പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ CPM-ന്റെ ഏറ്റവും ചുവന്ന കോട്ട എന്ന് വേണമെങ്കിൽ പറയാവുന്ന പയ്യന്നൂരിൽ ചുവന്ന കോട്ട എന്ന് ഞാൻ പറയാൻ കാരണം, ഞാനിന്ന് രാവിലെ പയ്യന്നൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രം ഒന്നെടുത്ത് നോക്കുകയായിരുന്നു. 1970 മുതൽ നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ, 1970 മുതൽ 2026 വരെ നടന്ന 12 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും CPM വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. 2021 തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളിൽ 62% CPM-നായിരുന്നു. അപ്പം അതുപോലത്തെ ഒരു വലിയ ചുവപ്പ് കോട്ട, ഒരുപക്ഷെ CPM-ന്റെ കേരളത്തിലെ ഏറ്റവും ഉറച്ച ചുവന്ന കോട്ട പയ്യന്നൂരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. MP രാഘവൻ പോകുന്നതിന് മുമ്പ് MP രാഘവനോടൊന്ന് മത്സരിച്ചിട്ടുണ്ട്, അവിടെ പിണറായി വിജയൻ മത്സരിച്ചിട്ടുണ്ട്, PK ശ്രീമതി മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും മത്സരിച്ച ഒരു ചുവന്ന കോട്ടയാണ് പയ്യന്നൂർ നിയമസഭാ നിയോജക മണ്ഡലം. ആ പയ്യന്നൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വെള്ളൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 ലോക്കൽ കമ്മിറ്റിയുണ്ട്. 2 ലോക്കൽ കമ്മിറ്റി ഏതാണ്ട് ഒരു 500-ഓളം പാർട്ടി അംഗങ്ങളുള്ള അതിശക്തമായിട്ടുള്ളൊരു ലോക്കൽ കമ്മിറ്റിയാണ് അവിടെ ആ വെള്ളൂരിൽ CPM-നുള്ളത്. സുഹൃത്തുക്കളെ, അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ, പരിശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരനായ, അടിമുതൽ മുടിവരെ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് V കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ധനരാജ് എന്ന് പറയുന്ന CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടി രൂപീകരിച്ച, ധനരാജ് എന്ന് പറഞ്ഞ ആ പാർട്ടി സഖാവിന് വേണ്ടി രൂപീകരിച്ച രക്തസാക്ഷി ഫണ്ട്, അവിടെ പയ്യന്നൂർ MLA-യും മുൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീമാൻ TI മധുസൂദനൻ്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചതിനെക്കുറിച്ച്, രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചതിനെക്കുറിച്ച് 5-6 വർഷക്കാലം പാർട്ടിയിൽക്കകത്ത് സമരം ചെയ്തിട്ട് അത് ഫലപ്രദമാകാതിരുന്നതിനെ തുടർന്ന്, അല്ലെങ്കിൽ താൻ നടത്തിയ സമരം പൂർണ്ണമായും നിരർത്ഥകമാകുന്നു എന്ന് കണ്ടതിനെ തുടർന്നും, രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചവനൊപ്പമാണ് CPM എന്ന് തീർത്തും ബോധ്യമായതിനെ തുടർന്നും ഈ TI മധുസൂദൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പെരുംകൊള്ളയെക്കുറിച്ച്, ഈ രക്തസാക്ഷി ഫണ്ടിൻ്റെ പെരുംകൊള്ളയെക്കുറിച്ച് പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ശ്രീമൻ V കുഞ്ഞികൃഷ്ണൻ പുറത്തു വന്ന സംഭവം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറഞ്ഞ പാർട്ടി ഏതാണ്ടൊരു തലകീഴ്മേലായി മറിഞ്ഞ സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും സാധാരണ പാർട്ടി പ്രവർത്തനം, സാധാരണ ഒരു പാർട്ടി നേതാവായിട്ടുള്ള ശ്രീമാൻ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ആ കൊടുങ്കാറ്റ് കണ്ണൂരിൻ്റെ പാർട്ടിയെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോയിലേക്ക് പോകുന്നു. അത് ശ്രീമാൻ കുഞ്ഞിക്കണ്ണൻ പുറത്ത് പറഞ്ഞതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? കണ്ണൂർ പാർട്ടി ഈ കൊള്ളക്കാരനായിട്ടുള്ള, പെരുംകൊള്ളക്കാരനായിട്ടുള്ള TI മധുസൂദനൻ്റെ പുറകിൽ അണിനിരന്നുകൊണ്ട് ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് V കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വച്ചിട്ടുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത കണക്കുകൾ, സംശയലേശമന്യേ അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന കണക്കുകൾ, ആ കണക്കുകൾക്ക് മുമ്പിൽ ആടി ഉലയുകയാണ് CPM. ആ ആടി ഉലയുമ്പോഴും CPM ഈ രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ച ഈ പെരുംകൊള്ളക്കാരനായിട്ടുള്ള TI മധുസൂദനൻ്റെ പുറകിലാണ് അണിനിരന്ന് പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയാണ് V കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിഷ്കരുണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിന്ന പരിഹാസ്യമായിട്ടുള്ളൊരു പത്രസമ്മേളനം നമ്മൾ കണ്ടു. അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ കൂടി നമ്മൾ കാണണം. അതിനെ തുടർന്ന് കുഞ്ഞികൃഷ്ണൻ്റെ വീടിൻ്റെ മുന്നിൽ കുഞ്ഞികൃഷ്ണൻ്റെ ബന്ധുക്കളായിട്ടുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറത്ത് ചെന്ന് അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ പച്ച തെറി വിളിച്ച് പറയുന്നു, അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ പടക്കം പൊട്ടിക്കുന്നതും, അദ്ദേഹത്തിന് അനുകൂലമായി പ്രകടനം നടത്തിയ ഒരു പാർട്ടി സഖാവിൻ്റെ വീട്ടിൽ കയറി അയാളുടെ ബൈക്ക് കത്തിച്ച് കളയുന്നത് ഉൾപ്പെടെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു.
MLA-യുടെ CPM MLA-യുടെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയ കോൺഗ്രസ്സുകാരെയും BJP-ക്കാരെയും CPM-കാർ നിഷ്കരുണം ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. ആ ആക്രമണത്തെ തുടർന്ന് CPM-ന്റെ ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് കുമാർ എന്നാണ് അയാളുടെ പേര്. അയാൾ പരസ്യമായി വന്ന് ഭീഷണി മുഴക്കുന്നത് നമ്മൾ കണ്ടു. ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നവർ അവരുടെ തടി അവർ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഭീഷണി, ഒരു ഗുണ്ടയെ പോലെ നിന്ന് പരസ്യമായി ഭീഷണി പുറപ്പെടുവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സാരാംശം എന്താ സുഹൃത്തുക്കളെ? ഇതിൻ്റെ സാരാംശം നമുക്കറിയാലോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമാണ് രക്തസാക്ഷികൾ. രക്തസാക്ഷികൾ അമരന്മാർ, അവർ ജീവിക്കുന്നു നമ്മളിലൂടെ എന്ന മുദ്രാവാക്യമാണ് CPM രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട് ഉയർത്താറ്. ഒരു പാർട്ടി സഖാവ് രക്തസാക്ഷിയായാൽ അയാളുടെ വീടിനെ സംരക്ഷിക്കും, അയാളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കും, അയാളുടെ കേസ് നടത്തും, അയാൾക്ക് വീട് വെച്ച് കൊടുക്കും. ഇതൊക്കെ CPM സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. നൂറുകണക്കിന് രക്തസാക്ഷികളുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയും CPM ഇത് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 2016 മറ്റോ കൊല്ലപ്പെട്ട RSS-കാരാൽ കൊല്ലപ്പെട്ട ധനരാജ് എന്ന് പറഞ്ഞ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച പണത്തിൽ ഏതാണ്ട് 40 ലക്ഷം രൂപയിൽ കൂടുതൽ ETI മധുസൂദൻ എന്ന് പറയുന്ന മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും ഇപ്പോൾ പയ്യന്നൂർ MLA-യുമായിട്ടുള്ള അയാൾ കൊള്ളയടിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ, കൃത്യമായിട്ടുള്ള കണക്കുകൾ, എണ്ണം പറഞ്ഞ കണക്കുകൾ V. കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നു. അത് സംബന്ധിച്ച് CPM പറഞ്ഞ മറുപടികൾ എത്ര പരിഹാസ്യമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. KK രാഗേഷ് ശരിക്കും വിവസ്ത്രനായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതിനെ തുടർന്ന് പാർട്ടി അവിടെ കമ്മിറ്റി കൂടി കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നത് നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവിടെ സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ പയ്യന്നൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാരാംശം എന്താ? പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രക്തസാക്ഷികൾ, അതിലൊരു രക്തസാക്ഷിയായിട്ടുള്ള ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ച ഒരു CPM നേതാവിനെ പാർട്ടിക്ക് അകത്തുനിന്ന് സമരം ചെയ്ത് ഫലപ്രദമല്ലാതെ വന്നപ്പോൾ ആ നേതാവിനെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ച ഒരു പാർട്ടി സഖാവ്, അയാളുടെ ഉത്തരവാദിത്വം അതല്ലേ സുഹൃത്തുക്കളെ? രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിക്കുന്ന ആളെ പുറത്ത് പാർട്ടി സംരക്ഷിച്ചാൽ അത് പൊതുജനങ്ങളോടും പുറത്ത് പാർട്ടി അണികളോടും പറയുക എന്നുള്ളതല്ലേ ഒരു പാർട്ടി സഖാവിൻ്റെ അടിസ്ഥാന ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയും. അത് നിർവഹിക്കുകയാണ് V. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആ സാത്വികനായിട്ടുള്ള ആ പാർട്ടി സഖാവ് ചെയ്തത്. എന്നാൽ അങ്ങനെ ചെയ്ത ആ പാർട്ടി സഖാവിനെ നിർദ്ദയമായും നിഷ്ഠൂരമായും ക്രൂരമായും ഈ പാർട്ടി പുറത്താക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പുറത്താക്കിയതിന് ശേഷം അയാളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പടക്കം പൊട്ടിക്കുന്നു, അയാളെ പച്ച തെറി വിളിക്കുന്നു, അയാളുടെ കൂടെ നിൽക്കുന്നവരുടെ ബൈക്ക് കത്തിച്ച് കളയുന്നു. ഇത്തരം ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ മറുഭാഗത്ത് കേരളത്തിലെ 45% വരുന്ന ഹിന്ദു മതവിഭാഗത്തിൻ്റെ ഏറ്റവും പരിപാവനമായിട്ടുള്ള ഒരു ആരാധന കേന്ദ്രമായ ഒരു മഹാക്ഷേത്രമായ ശബരിമലയിലെ ശ്രീകോവിലിൽ നിന്ന് ശതകോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് അന്വേഷണ സംഘം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞ CPM-ന് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു. അന്വേഷണ സംഘം കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു. അന്വേഷണ സംഘം കോടതിയിൽ കൊടുത്ത കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞു. കോടതികൾ പറഞ്ഞു, ഒന്നിലധികം കോടതികൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഈ കേസിലെ പ്രധാനപ്പെട്ട ഗൂഢാലോചനക്കാരനായ A. പത്മകുമാർ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം നവംബർ 20 അറസ്റ്റ് ചെയ്ത് 2 മാസക്കാലമായി ജയിലിൽ തുടരുമ്പോഴും ഈ പാർട്ടി പത്മകുമാറിനെ പുറത്താക്കുന്നില്ല സുഹൃത്തുക്കളെ. പത്മകുമാറിനെ കുറിച്ചിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത സംശയലേശമന്യല്ലേ കോടതി തന്നെ പറഞ്ഞത്. 2026 ജനുവരി 7 കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജായിട്ടുള്ള ഡോക്ടർ CS മോഹിത്ത് അദ്ദേഹത്തിൻ്റെ 33 പേജുള്ള വിധിന്യായത്തിൽ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയല്ലേ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു 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 ഗൂഢാലോചനക്കാരൻ, കോംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരാൾ A. പത്മകുമാറാണെന്ന്.
പത്മകുമാറിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ഉള്ള വിധിന്യായത്തിലാണ് CS മൊഹിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ജഡ്ജ് ഈ കാര്യം പറഞ്ഞത്. ശബരിമലയിലെ തിരുവാഭരണങ്ങൾ ശബരിമല എന്ന മഹാക്ഷേത്രത്തിൽ നിന്ന് നിയമവിരുദ്ധമായി പുറത്തു കൊണ്ടുപോയി 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാൻ 5/7/2019 എടുത്ത തീരുമാനത്തിൽ അധ്യക്ഷം വഹിച്ചയാളാണ് പത്മകുമാർ. അതുകൊണ്ട് അയാൾ ഈ തട്ടിപ്പിൽ, ഈ പെരുങ്കൊള്ളയിലെ മുഖ്യ ഗൂഢാലോചനക്കാരനാണ്. ഈ ഡയബോളിക് ആയിട്ടുള്ള ഈ ക്രൈമിലെ, ഈ ഹൊറൻഡസ് ആയിട്ടുള്ള ഈ ക്രൈമിലെ മുഖ്യ ഉത്തരവാദിത്വമുള്ള ആള് പത്മകുമാറാണ് എന്ന് കൊല്ലം വിജിലൻസ് കോടതി ജനുവരി 7 വിധിന്യായത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനെ തുടർന്ന് അദ്ദേഹം അതിനെതിരെ, ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ വന്നു. ജസ്റ്റിസ് ബദറുദ്ദീനും നിഷ്കരുണം തള്ളി. അദ്ദേഹം പറഞ്ഞു, ഇയാൾ വലിയ സ്വാധീനക്കാരനാണ്, ഇയാൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, ഇയാളെ ജാമ്യത്തിൽ വിട്ടാൽ ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും പത്മകുമാറിൻ്റെ മുൻകൂർ ജാമ്യം തള്ളി. അപ്പോൾ പത്മകുമാറിൻ്റെ മുൻകൂർ ജാമ്യം കൊല്ലം വിജിലൻസ് കോടതി തള്ളി, പത്മകുമാറിൻ്റെ മുൻകൂർ ജാമ്യം കേരള ഹൈക്കോടതി തള്ളി. ഈ 2 കോടതികളും ഇയാൾ പ്രധാനപ്പെട്ട മുഖ്യ സൂത്രധാരകനും മുഖ്യ ഗൂഢാലോചനക്കാരനാണെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടും അയാൾ ജയിലിലായി 2 മാസം കഴിഞ്ഞിട്ടും അയാളെ പുറത്താക്കുന്നില്ല ഈ പാർട്ടി. എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭഗവാന്റെ കോടിക്കണക്കിന് സ്വർണം കൊള്ള നടത്തിയ കേസിൽ പ്രധാന പ്രതിയാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞുവെന്ന് 1-ലധികം കോടതികൾ പറഞ്ഞിട്ടും 2 മാസക്കാലമായി ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല സുഹൃത്തുക്കളെ. അതേസമയമാണ് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, പരിഭാവനമായി പാർട്ടി കരുതുന്ന രക്തസാക്ഷികളിൽ ഒരു രക്തസാക്ഷിയായിട്ടുള്ള ധനരാജിൻ്റെ ഫണ്ട് കൊള്ളയടിച്ച പയ്യന്നൂർ MLA TI മധുസൂദനൻ നടത്തിയ പെരുങ്കൊള്ള, ആ പെരുങ്കൊള്ളയുടെ കണക്കുകൾ, ഞെട്ടിക്കുന്ന കണക്കുകൾ, ലക്ഷക്കണക്കിനുള്ള കണക്കുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ പാർട്ടിയിൽ അവതരിപ്പിച്ചിട്ടും പാർട്ടി അത് അംഗീകരിക്കാത്തതിനെ തുടർന്ന്, പാർട്ടി മധുസൂദനോടൊപ്പം നിന്നതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ പൊതുജനങ്ങളോട് പുറത്തു പറഞ്ഞ സാത്വികനായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പാർട്ടി നേതാവിനെ പാർട്ടിയിൽ നിന്ന് നിഷ്ഠൂരമായും ക്രൂരമായും പുറത്താക്കുകയാണ് സുഹൃത്തുക്കളെ ചെയ്യുന്നത്. അപ്പം എനിക്ക് പാർട്ടി അണികളോടും ജനങ്ങളോടും പറയാനുള്ളത്, പാർട്ടിക്കകത്ത് ഒരു നേതാവ് രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചത് പൊതുജനങ്ങളോട് അതിൻ്റെ കണക്കുകൾ പറഞ്ഞ പാർട്ടി നേതാവിനെ നിഷ്കരുണം പുറന്തള്ളുന്ന ഈ പാർട്ടി അയ്യപ്പ ഭഗവാന്റെ കോടിക്കണക്കിന് സ്വത്തുവകകൾ കൊള്ളയടിച്ചതിലെ മുഖ്യ സൂത്രധാരകനാണ് എന്നും പ്രഥമ ദൃഷ്ട്യാ അത് തെളിയുന്നുണ്ട് എന്നും കോടതികൾ പറഞ്ഞിട്ടും 2 മാസക്കാലത്തിലധികമായി ജയിലിൽ കഴിയുന്ന അയാളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ CPM തയ്യാറാവുന്നില്ല സുഹൃത്തുക്കളെ. ഈ ഇരട്ടത്താപ്പ്, ഈ ഹിപ്പോക്രസി പൊതുവിൽ ജനങ്ങളും പ്രത്യേകിച്ച് പാർട്ടി അണികളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വ്യക്തമായി പറയാനുള്ളത്.